ചേർപ്പ് ചാഴൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നിട്ടും സർക്കാർ സംവിധാനങ്ങൾ കണ്ണു തുറന്നില്ല. നാട്ടുകാർ പിരിവെടുത്ത് 2 മാസം കൊണ്ട് പുതിയ പാലം നിർമ്മിച്ചു. സർക്കാർ സംവിധാനത്തിലൂടെ നീങ്ങിയാൽ നിർമ്മാണത്തിന് നീണ്ട കാലമെടുക്കുന്ന പാലം നാട്ടുകാർ വെറും 2 മാസങ്ങൾ കൊണ്ട് പണം ചിലവഴിച്ച് പൂർത്തീകരിച്ചു. ചാഴൂർ, ചേർപ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കരുവന്നൂർ പുഴയിൽ നിന്നും ഹെർബർട്ട് കനാലിലേക്ക് ഒഴുകുന്ന വെള്ളം നിയന്ത്രിക്കുന്നതുമായ വൈക്കോച്ചിറ കമാൻഡോ മുഖം ആനക്കടവ് പാലം ജൂലൈ 31-നാണ് കോൺക്രീറ്റ് ബീം തകർന്നതിനെ തുടർന്ന് പൂർണ്ണമായും തകർന്നത്. പുഴവെള്ളം വൻതോതിൽ ഒഴുകി ജനവാസ മേഖലയിലേക്ക് ഒഴുകുകയും വിവിധ പഞ്ചായത്തുകളിലെ 2000-ഓളം വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തു. ജനരോഷത്തെ തുടർന്ന് 10 ലക്ഷം രൂപ ചെലവിൽ മുളക്കുറ്റികളിൽ മണ്ണ് നിറച്ച ചാക്കുകളിട്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചെങ്കിലും പാലം പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. ഇതോടെയാണ് നാട്ടുകാർ പാലം നവീകരണത്തിനായി മുന്നിട്ടിറങ്ങിയത്. വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിഷയം അവതരിപ്പിച്ചു. ഇതിനായി മുഹമ്മദ് അലി പാലക്കൽ പ്രസിഡന്റായും SM മുഹമ്മദ് അലി സെക്രട്ടറിയായും നാട്ടുകാർ പുതിയ പാലം പണിയുന്നതിനായി ഒരു സമിതിക്ക് രൂപം നൽകി. വാർഡംഗം രമ്യ മാടക്കാവൽ മുഖേന പാലം പണിക്കായി പഞ്ചായത്ത് മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതിയും വാങ്ങി. തുടർന്ന് നാട്ടുകാർ റെക്കോർഡ് വേഗത്തിൽ ചിലവ് കുറച്ച് മനോഹരമായ പാലം സ്വന്തമായി നിർമ്മിച്ചു. ഈ ഭാഗത്തുള്ള ഏകദേശം 300 വീട്ടുകാർ ആശ്രയിക്കുന്ന ഏക ഒരു പാലമാണ് ഇത്. ഇൻ കേസ് പുറത്തേക്കൊക്കെ പെട്ടെന്ന് പോകേണ്ട വന്നാൽ ഈ വഴിയല്ലാതെ നമുക്ക് വേറെ വഴിയുണ്ട്, പക്ഷെ അത് കുറേ വളഞ്ഞൊക്കെ പോകണം. ഏകദേശം 3 കിലോമീറ്ററോളം നമുക്ക് ലാഭം കിട്ടും ഈ വഴി കൊണ്ട്. പിന്നെ ഇത് തള്ളിപ്പോയപ്പോൾ എല്ലാ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടെ, പഞ്ചായത്തിൻ്റെ സമ്മതത്തോടെ, ഇറിഗേഷൻ്റെ സമ്മതത്തോടെ, എല്ലാവരും സമ്മതത്തോടുകൂടെ ഇവിടെ ഒരു ജനപങ്കാളിത്തത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് പാലം നിർവഹിച്ചു. എല്ലാവർക്കും ഇതിനെപ്പറ്റി വളരെ വളരെ നന്ദിയുണ്ട്. 500 രൂപ മുതൽ 30,000 രൂപ വരെ സംഭാവനകൾ നൽകിയവർ ഗ്രൂപ്പിലുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശവാസികളായ 4 എഞ്ചിനീയർമാർ മേൽനോട്ടം വഹിച്ചു. 5 അടി വീതിയുണ്ടായിരുന്ന പാലം 9 അടി വീതിയിൽ 45 അടി നീളത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടി ചായം പൂശി പാലം സുരക്ഷിതവും മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. 1.5 മാസം എടുത്ത് 2.45 ലക്ഷം മാത്രം ചെലവാക്കിയാണ് നാട്ടുകാർ പാലം പണി പൂർത്തിയാക്കിയത്. വലിയ വാഹനങ്ങൾക്ക് വരെ കടന്നുപോകാവുന്ന വീതിയുണ്ട് പാലത്തിന്. പുഴമുഖത്ത് പുതിയ താൽക്കാലിക ബണ്ട് പണിതതിനാൽ പഴയ പാലത്തിലുണ്ടായിരുന്ന പലക കൊണ്ടുള്ള ഷട്ടർ ഒഴിവാക്കിയാണ് പുതിയ പാലം പണി തിരിക്കുന്നത്. പുതിയ പാലം വന്നതോടെ ഇരുഭാഗത്തുമുള്ള 300-ഓളം വീട്ടുകാർക്ക് സ്കൂളുകളിലേക്കും പള്ളികളിലേക്കും കടകളിലേക്കും എളുപ്പത്തിൽ എത്താൻ സാധിക്കും. വലിയ ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം ഈ പാലത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിനെത്തുന്ന തൃപ്രയാർ തേവർ ഈ ഭാഗത്തെ കൈച്ചാൽ മുറിച്ച് കടന്നുപോകുന്ന ചടങ്ങ് ഇവിടെയുണ്ട്. ഇതിന്റെ സ്മരണയ്ക്ക് ആനക്കടവ് പാലം എന്നാണ് നാട്ടുകാർ പുതിയ പാലത്തിന് പേര് നൽകിയിട്ടുള്ളത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.